സൂസനുള്ള മ്യൂസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇവിടെ മൈക്കിൻ്റെ സൗണ്ട് എനിക്ക് വലുതായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അടുത്തൊരു പാട്ട് നമുക്ക് കേൾക്കാം. സ്വർണ്ണത്തേരിൽ എന്നീശോ വന്നിടും. എന്തോ ഇത് ഓണമായിട്ടെല്ലാം സ്വർണത്തിൻ്റെ പാട്ടുകളാണ്. എന്ത് പറ്റി സ്വർണം ഗോൾഡൻ സോങ്സ് ആണല്ലോ, സുവർണ ഗീതങ്ങളെന്ന് പറഞ്ഞായിരിക്കും എനിക്ക് നല്ലത്. എന്തോ മുഴുവൻ സ്വർണ്ണമയമാണ് ഇന്നത്തെ പാട്ട്. സ്വർണ്ണത്തേരിറങ്ങിവ ആദ്യത്തെ പാട്ട്. അടുത്ത പാട്ട് സ്വർണ്ണത്തേരിൽ എന്നേശു വന്നിടും. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, സ്വർണ്ണത്തേരിൽ യേശു വരുന്നത് ഞാൻ പറയുന്നത്. കർത്താവ് എനിക്ക് സോങ് റെഡിയാക്കാൻ വേണ്ടി തന്നത്. അപ്പോൾ കർത്താവ് വരുന്നത് സ്വർണ്ണ തേരിലാണ്. സ്വർണ്ണത്തേരി വെറുതെ ഇങ്ങ് വരികയില്ല, കയ്യും വീശിങ്ങ് വരികയില്ല. ഒരു ഗിഫ്റ്റ് നമുക്കെല്ലാവർക്കും കൊണ്ടുവരുന്നുണ്ട്. കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ തേരിലേറി കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയി കോടാനുകോടി വർഷങ്ങൾ യുഗായുഗങ്ങളായി നമുക്കവിടെ താമസിക്കാം. അതിനുവേണ്ടി ഒരുങ്ങാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. അപ്പോൾ കർത്താവ് വെറും കൈയോടല്ലേ വരുന്നത്. കർത്താവിൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ ദൂതന്മാരുടെ കയ്യിൽ നമുക്കുള്ളൊരു ഗിഫ്റ്റുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ജീവകിരീടം. ജീവകിരീടം എന്ന് പറഞ്ഞാൽ വെറും ജീവകിരീടമല്ല, റോസപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ജീവകിരീടം എന്നോട് പറഞ്ഞത്. റോസാപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ അതും സ്വർണ്ണ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ജീവകിരീടമായിട്ടാണ് കർത്താവ് വരുന്നതെന്ന് പറഞ്ഞ്. എത്ര പേര് അത് ആ ജീവകിരീടം പ്രാപിക്കും? എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് എല്ലാവരും ആശ്വസിക്കുക. ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമാ പാട്ടിൻ്റെ ട്യൂണിലൊക്കെ പാട്ടിങ്ങനെ വെറുതെ പാടി നടന്നു. അങ്ങനെ ഒരു ദൈവദാസം കണ്ടുപിടിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് കർത്താവ് പാട്ടിങ്ങനെ തന്നു. അതായത് 2009 ഞാനൊരു ദിവസം ഉറക്കത്തിലിങ്ങനെ കിടക്കുമ്പോൾ ഒരു 4 വരി പാട്ട് എൻ്റെ മനസ്സിലേക്ക് തന്നു. സ്നേഹം സ്നേഹം യേശുവിൻ സ്നേഹം, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നേരം വെളുത്തപ്പം 4ാമത്തെ വരി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. അവൻ്റെ സ്നേഹത്തിൽ വസിക്കുക. അത് ഞാൻ ഡയറി എടുത്തത് 3 വരി ഇട്ടിട്ട് 4ാമത്തെ ലൈനിൽ അത് എഴുതി വെച്ചു. പിന്നെ കർത്താവ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കൃപ തന്നു. അങ്ങനെ അതിന് പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ ചോറും കറിയൊക്കെ വെക്കുന്ന നമ്മൾ തേങ്ങ ചുരണ്ടുമല്ല ചിരവേ വെച്ച്. അപ്പം ഞാൻ താഴെ ഇരുന്നിങ്ങനെ തേങ്ങ ചുരണ്ടുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തനിയേ ഉള്ളൂ. ആ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പോൾ വലിയ ദൈവത്തിൻ്റെ ജീസസിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് അന്നേരം ഇങ്ങനെ പാട്ട് തന്നു. എന്തോ ഒരു പാട്ട് തന്നു. അങ്ങനെ എനിക്ക് അന്ന് മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ പാട്ട് തരിക. ഒരു ദിവസം അത് കഴിഞ്ഞ് വൈകിട്ട് ഞാനൊരു ദിവസം വേദോസം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കാനിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ആ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് എനിക്കൊരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ ആ ജീസസിൻ്റെ ഭയങ്കര പ്രസൻസ് ഉണ്ടായിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞൊരു ബലൂണ് പൊങ്ങിപ്പോകുന്ന പോലെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതായിട്ട് എനിക്കിങ്ങനെ അറിയാം. എനിക്ക് തോന്നി എന്നെ സ്വർഗരാജ്യത്ത് കൊണ്ടുപോയെന്ന്. അങ്ങനെ അന്നേരം ഞാൻ പെട്ടെന്നൊരു ഡയറി ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ മനസ്സിൽ അന്നേരം കർത്താവ് തന്ന പാട്ട് അന്നേരം ഞാൻ എഴുതി എനിക്ക് തോന്നത്തില്ല 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞത്. അങ്ങനെ കഴിഞ്ഞത് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് എൻ്റെ ഏകാന്തയാമങ്ങളിൽ എനിക്ക് ഈ തന്നിട്ടുള്ള പാട്ടുകളിൽ അധികവും തന്നിട്ടുള്ളതെന്ന് പറയാനൊക്കെ രാവിലെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ്. കാരണം നമ്മൾ രാവിലെ 2 വാക്ക് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് എഴുന്നേൽക്കുവാണെങ്കിൽ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവ സാന്നിധ്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പാട്ടൊക്കെ കൂടുതലും പാട്ട് തന്നിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് ഈ കൂടുതലും പാട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ ഉച്ച കഴിയുന്ന സമയത്തും കതിരി കിടക്കാൻ പോകുന്ന സമയത്തും ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ പാട്ട് ഓർമ്മകളൊക്കെ കുറേശ്ശെയായിട്ട് എൻ്റെ ഓരോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ടുകൾ കേൾക്കുന്ന വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പാട്ടോർമ്മകൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ 2ാമത്തെ ആ ഗോൾഡൻ സോങ് സുവർണ ഗീതം കേൾക്കാം. സ്വർണ്ണത്തേരിൽ എന്നേശു വന്നിടും, വിണ്ഡൂതർ കൂട്ടായി വന്നിടും, സ്വർണ്ണത്തേരിൽ എന്നെ ഏറ്റിടും, സ്വർഗ വീട്ടിൽ എന്നെ ചേർത്തിടും, സ്വർണ്ണത്തേരിൽ എന്നേശു വന്നിടും, വിണ്ഡൂതർ കൂട്ടായി വന്നിടും,
സ്വർണ്ണത്തേരിൽ എന്നെ ഏറ്റിടും, സ്വർഗ വീട്ടിൽ എന്നെ ചേർത്തിടും. സ്വർണ്ണത്തേരിൽ എന്നെ വന്നിടും, സ്വർണ്ണത്തേരിൽ എന്നെ വന്നിട്ട് എൻ പേരെ ചൊല്ലി വിളിച്ചിടും. യുവകിരീടവും ചൂടിക്കും, താതൻ്റെ വലഭാഗെ ചേർത്തിടും. സ്വർണ്ണത്തേരിൽ എന്നെ വന്നിട്ട് എൻ പേരെ ചൊല്ലി വിളിച്ചിടും. യുവകിരീടവും ചൂടിക്കും, താതൻ്റെ വലഭാഗെ ചേർത്തിടും. സ്വർണ്ണത്തേരിൽ എന്നെ വന്നിടും, പിന്തുതർ കൂട്ടായി വന്നിടും. സ്വർണ്ണത്തേരിൽ എന്നെ ഏറ്റിടും, സ്വർഗ വീട്ടിൽ എന്നെ ചേർത്തിടും. കണ്ണുനീരില്ലാത്ത ലോകത്ത് കണ്ണിമയ്ക്കും നേരം ചേർന്നിടും. കൺമണി പോലെന്നെ കാക്കുന്ന പ്രാണപ്രിയൻ്റെ മാർവിൽ ഞാൻ ചാരിടും. കണ്ണുനീരില്ലാത്ത ലോകത്ത് കണ്ണിമയ്ക്കും നേരം ചേർന്നിടും. കൺമണി പോലെന്നെ കാക്കുന്ന പ്രാണപ്രിയൻ്റെ മാർവിൽ ഞാൻ ചാരിടും. സ്വർണ്ണത്തേരിൽ എന്നെ വന്നിടും, വിന്ദുതർ കൂട്ടായി വന്നിടും. സ്വർണ്ണത്തേരിൽ എന്നെ ഏറ്റിടും, സ്വർഗ വീട്ടിൽ എന്നെ ചേർത്തിടും. സ്വർണ്ണത്തേരിൽ എന്നെ വന്നിടും, വിന്ദുതർ കൂട്ടായി വന്നിടും. സ്വർണ്ണത്തേരിൽ എന്നെ ഏറ്റിടും, സ്വർഗ വീട്ടിൽ എന്നെ ചേർത്തിടും.